നമസ്കാരം. പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തണമെന്നും അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ പക്കൽ അണുബോംബുകളുണ്ടെന്നും നമ്മുടെ സർക്കാർ പ്രകോപിപ്പിച്ചാൽ അത് ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും അയ്യർ അഭിപ്രായപ്പെട്ടു. അതേസമയം ഈ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി BJP രംഗത്തെത്തി. പാകിസ്ഥാനെ ഇന്ത്യ ബഹുമാനിക്കണം, കാരണം അവരുടെ കയ്യിൽ അണുബോംബുണ്ട്. ബഹുമാനിച്ചില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ അണുബോംബ് പ്രയോഗിക്കുന്നതിനെപ്പറ്റി അവർ ആലോചിക്കും. അവരോട് സംസാരിക്കണം. അതിനു പകരം സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നത് പിരിമുറുക്കം കൂട്ടും. ഒരു ഭ്രാന്തൻ ലാഹോറിൽ ബോംബിടാൻ തീരുമാനിച്ചാൽ റേഡിയേഷൻ അമൃത്സറിലെത്താൻ 8 സെക്കൻഡ് എടുക്കില്ല. ഇതായിരുന്നു അയ്യരുടെ വിവാദ പ്രസ്താവന. ഇന്ത്യയെ സംബന്ധിച്ച കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം പ്രതിഫലിപ്പിക്കുന്നതാണ് അയ്യരുടെ പരാമർശമെന്ന് BJP കുറ്റപ്പെടുത്തി. അതേസമയം അയ്യരുടെ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ തൻ്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചെന്ന് വിശദീകരിച്ച അയ്യർ നേരിട്ടും രംഗത്തെത്തി. മണിശങ്കർ അയ്യരുടെ വീഡിയോ എക്സിൽ പങ്കിട്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പ്രത്യയശാസ്ത്രം പൂർണ്ണമായി ദൃശ്യമാണ്. SDPI ഉൾപ്പെടെയുള്ള പാർട്ടികളെയും വ്യക്തികളെയും പിന്തുണയ്ക്കൽ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ധാരണ, ജനങ്ങളെ ഭിന്നിപ്പിക്കൽ, നുണകൾ, വ്യാജ ഉറപ്പുകൾ നൽകി പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കൽ, ഇതാണ് രാജീവ് ചന്ദ്രശേഖർ കുറിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ്സുകാർ പല തന്ത്രങ്ങൾ മെനഞ്ഞു നോക്കുകയാണ്. തൊട്ടയൽ രാജ്യങ്ങളിലെ നമ്മളോട് ഭീഷണി നിലനിർത്തുന്നുണ്ട്. അയൽ രാജ്യങ്ങൾ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. ഇത് രാജ്യത്തിന് ദോഷമാണ്. ഇത് BJP സർക്കാരിനെ കൊണ്ട് നിയന്ത്രിച്ചു നിർത്താൻ കഴിയില്ല എന്ന് വരുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.